ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSC പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2019. ആയുർവേദ തെറാപ്പിസ്റ്റ് NCA മലയാളം, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് A. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 6/4/2019. മാക്സിമം മാർക്ക് 100 മാർക്ക്. ടൈം 1 മണിക്കൂർ 15 മിനിറ്റ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഉപദ്വീപീയ പീഠഭൂമി. രണ്ടാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, താപ്തി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കു തെക്ക് നീളം എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3214 കിലോമീറ്റർ. നാലാമത്തെ ചോദ്യം, 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസോറം. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിനോദ നികുതി. ആറാമത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാവാലം മാധവപ്പണിക്കർ. ഏഴാമത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. എട്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മൗണ്ട് ബാറ്റൻ പ്രഭു. ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. പത്താമത്തെ ചോദ്യം, ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നെയ്യാർ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 11ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബ്രഹ്മാനന്ദ ശിവയോഗി. 12ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന്റെ മുഖ്യ നേതാവ് ആര്? ശരിയായ ഉത്തരം TK മാധവൻ, ഓപ്ഷൻ എ. 13ാമത്തെ ചോദ്യം, തൃശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 1948. 14ാമത്തെ ചോദ്യം, ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉള്ളൂർ S പരമേശ്വരയ്യർ. 15ാമത്തെ ചോദ്യം, പുത്തൻ പാന എന്ന കൃതി രചിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അർണോസ് പാതിരി. 16ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആന്റോണിയോ ഗട്ടേസ്. 17ാമത്തെ ചോദ്യം, GST ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആസാം. 18ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 182 മീറ്റർ. 19ാമത്തെ ചോദ്യം, മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലഭിച്ച സംസ്ഥാനം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സിക്കിം. 20ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആയ വ്യക്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തുഷാർ മേത്ത. 21ാമത്തെ ചോദ്യം, അഷ്ടാംഗ ഹൃദയത്തിൽ എത്ര സ്ഥാനങ്ങളാണുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6. 22ാമത്തെ ചോദ്യം, അഷ്ടാംഗ ഹൃദയത്തിൽ വാഗ്ഭടാചാര്യൻ വിഷചികിത്സയ്ക്ക് നൽകിയിട്ടുള്ള പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദംഷ്ട്ര ചികിത്സ. 23ാമത്തെ ചോദ്യം,
ശാരീരിക ദോഷങ്ങൾ എത്ര എണ്ണമാണുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3. 24-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ എത്ര ധാതുക്കൾ ഉണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 7. 25-ാമത്തെ ചോദ്യം കാരണദ്രവ്യങ്ങൾ എത്ര എണ്ണമാണുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 9. വമനത്തിന് ഉപയോഗിക്കുന്ന മദനഫലത്തിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? 26-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ റാൻഡിയ ഡെമറ്റോറിയം. 27-ാമത്തെ ചോദ്യം മഹാസ്നേഹങ്ങളുടെ കൂട്ടത്തിൽ വാഗ്ഭടാചാര്യൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സർപ്പീസ്. 28-ാമത്തെ ചോദ്യം തൈലപാനത്തിന് അനുയോജ്യമായ ഋതുവായി വാഗ്ഭടാചാര്യൻ നിർദ്ദേശിക്കുന്നത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പാവ്രഡ്. 29-ാമത്തെ ചോദ്യം പഞ്ചപ്രസൃത പേയയിൽ 4 സ്നേഹദ്രവ്യങ്ങൾക്കൊപ്പം ചേർക്കുന്ന 5-ാമത്തെ ദ്രവ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തണ്ടുലം. 30-ാമത്തെ ചോദ്യം സുശ്രുതാചാര്യന്റെ മതം അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 300. 31-ാമത്തെ ചോദ്യം സുശ്രുത സംഹിത ശരീരസ്ഥാനത്തിൽ സ്ത്രീകളിൽ എത്ര പേശികൾ കാണുന്നതായിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 500. 32-ാമത്തെ ചോദ്യം ഓജസ് എത്ര തരത്തിലുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2. 33-ാമത്തെ ചോദ്യം ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരം ക്രേനിയൽ നെർവുകളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 11. 34 ഒരു ആരോഗ്യവാനായ മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? mm/Hg യൂണിറ്റിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 120/80. 35 പരാതി ഗുണങ്ങളുടെ എണ്ണം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10. 36-ാമത്തെ ചോദ്യം വിഷം, ഛർദി, ഹിദ്മ, ത്രിഡ്, ശ്വാസം, കാസം എന്നീ അവസ്ഥകളിൽ ഔഷധം ഏത് അന്നകാലത്തിലാണ് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇടയ്ക്കിടെ. 37-ാമത്തെ ചോദ്യം അഷ്ടാംഗ ഹൃദയം അനുസരിച്ച് പഞ്ചശോധനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വസ്തി. 38-ാമത്തെ ചോദ്യം ദൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പിത്തം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആലോചകം. 39-ാമത്തെ ചോദ്യം കഫ പ്രധാനമായ ദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആനൂപം. 40-ാമത്തെ ചോദ്യം സ്വരസത്തിന്റെ ഔഷധമാത്ര എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അരപലം. 41-ാമത്തെ ചോദ്യം അഷ്ടാംഗ ഹൃദയപ്രകാരം ഉദ്യർത്തനത്തിന്റെ ദോഷഹരത്വം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കഫം. 42-ാമത്തെ ചോദ്യം കേശത്തിനും ചക്ഷുവിനും നല്ലതല്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉഷ്ണോദക സ്നാനം. 43-ാമത്തെ ചോദ്യം ഏത് ഋതുവാണ് ഉത്തരായനത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹേമന്തം. ഗ്രീഷ്മ ഋതുവിൽ വാഗ്ഭടാചാര്യൻ ക്ഷീരം കുടിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് മൃഗത്തിന്റെ ക്ഷീരമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്? 44-ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ എരുമ. 45 ഋതുസന്ധി എത്ര ദിവസമാണ്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 14 ദിവസം. 46-ാമത്തെ ചോദ്യം ഹംസോദകം പ്രതിപാദിച്ചിരിക്കുന്ന ഋതു ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശരത്ത്. 47-ാമത്തെ ചോദ്യം ആഹാരശേഷം ജലപാനം നടത്തിയാൽ എന്താണ് ഫലം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ഥൂലനായി തീരും. 48-ാമത്തെ ചോദ്യം മോരിന്റെ തക്രം ദോഷഹരത്വം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കഫവാതഹരം. 49-ാമത്തെ ചോദ്യം മൂത്രവർഗത്തിൽ എത്ര മൂത്രങ്ങളെയാണ് വാഗ്ഭടാചാര്യൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 8. 50-ാമത്തെ ചോദ്യം ശിരസിൽ സ്ഥിതി ചെയ്യുന്ന കഫം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ക്ലേദകം. 51-ാമത്തെ ചോദ്യം രോഗമാർഗങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 52-ാമത്തെ ചോദ്യം രസങ്ങൾ എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6. 53-ാമത്തെ ചോദ്യം തീക്ഷ്ണമായ വമനം ഏത് ദോഷത്തിന്റെ ചികിത്സയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഫം. 54-ാമത്തെ ചോദ്യം മഹാജവം എന്ന പേരിൽ അറിയപ്പെടുന്ന വാദം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വ്യാനൻ. 55-ാമത്തെ ചോദ്യം ആർത്തവം, ശകൃത്, മൂത്രം തുടങ്ങിയവയുടെ നിഷ്ക്രമണത്തെ സഹായിക്കുന്ന വാദം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അപാനൻ. 56-ാമത്തെ ചോദ്യം ചരക സംഹിതയിൽ പ്രതിപാദിച്ചിട്ടുള്ള ആഗ്നേയ സ്വേദങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 13. 57-ാമത്തെ ചോദ്യം ഉദ്യർത്ഥനം ഏത് ദിശയിലാണ് ചെയ്യേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അനുലോമം. 58-ാമത്തെ ചോദ്യം അച്ഛപാനം ഏത് മാത്രയിലാണ് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബഹുമാത്ര. 59-ാമത്തെ ചോദ്യം അതിസ്വേദം നടന്നാൽ എന്ത് ചികിത്സ നൽകാനാണ് വാഗ്ഭടാചാര്യൻ നിർദ്ദേശിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്തംഭന ചികിത്സ. 60-ാമത്തെ ചോദ്യം ചരകാചാര്യന്റെ അഭിപ്രായത്തിൽ സ്വേദനത്തിന്റെ ദോഷഹരത്വം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാതകഫം. 61-ാമത്തെ ചോദ്യം വമനൌഷധം നൽകിയ ശേഷം എത്ര സമയമാണ് വേഗങ്ങൾക്കായി കാത്തിരിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 മുഹൂർത്തം. 62-ാമത്തെ ചോദ്യം വമനവും വിരേചനവും കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സംസർജന ക്രമം. 63-ാമത്തെ ചോദ്യം യോഗവസ്തി എത്ര വസ്തികൾ ചേർന്നതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 8. 64-ാമത്തെ ചോദ്യം നിരൂഹവസ്തി ദ്രവ്യം നൽകിയാൽ എത്ര സമയം കൊണ്ട് അത് പുറത്തേക്ക് വരും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 മുഹൂർത്തം. 65-ാമത്തെ ചോദ്യം അനുവാസന വസ്തി ദ്രവ്യത്തിന്റെ പ്രത്യാഗമന കാലം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 യാമം. 66-ാമത്തെ ചോദ്യം സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന ഉത്തരവസ്തി നേത്രത്തിന്റെ നീളം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10 അങ്കുലം. 67-ാമത്തെ ചോദ്യം ധൂമപാനത്തിന്റെ യോഗ്യ കാലങ്ങൾ എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 15. 68-ാമത്തെ ചോദ്യം ധൂമപാനത്തിനു ശേഷം പുക മൂക്കിലൂടെ പുറത്തേക്ക് വിട്ടാൽ ഏത് അവയവത്തെ അത് ബാധിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കണ്ണ്. ഗണ്ഡൂഷം എത്ര തരത്തിലാണുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 4. 70-ാമത്തെ ചോദ്യം വിഷഗ്ന മുഖാലേപം എത്ര ഘനത്തിലാണ് പുരട്ടേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1/3 അങ്കുലം. 71-ാമത്തെ ചോദ്യം കൽക്കം, രസക്രിയ, ചൂർണം ഇവ എന്തിന്റെ വിഭാഗങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രതിസാരണം. 72-ാമത്തെ ചോദ്യം വായിൽ കഫം കൊണ്ട് നിറയുക, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും സ്രാവം വരിക എന്നിവ ഏതിന്റെ സമ്യക് ലക്ഷണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗണ്ഡൂഷം. 73-ാമത്തെ ചോദ്യം മൂർധതൈലം എത്ര തരത്തിലാണ് ഉള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4. 74 ശിരോവസ്തിക്ക് ഉപയോഗിക്കുന്ന ചർമ്മപട്ടത്തിന്റെ ഉയരം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 12 അങ്കുലം. 75-ാമത്തെ ചോദ്യം കർണപൂരണത്തിന്റെ പശ്ചാത് കർമ്മമായി പറയുന്നത് കർണത്തിന്റെ മൂലത്തിൽ മർദ്ദനം ചെയ്യാനാണ്. ഇത് എത്ര നേരം ചെയ്യണം? ഓപ്ഷൻ എ ശരിയായ ഉത്തരം
100 മാത്രാകാലം. 76. അഞ്ജനം എത്ര തരത്തിലാണ് ഉള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3. 77. ചോദ്യം. വിരലുകൾ കൊണ്ട് ചെയ്യാവുന്ന തരം അഞ്ജനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രോപണം. 78. ചോദ്യം. തർപ്പണത്തിന് കണ്ണിനു ചുറ്റും നിർമ്മിക്കുന്ന പാളിയുടെ ഉയരം എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 അങ്കുലം. 79. ചോദ്യം. അഷ്ടാംഗ ഹൃദയത്തിന്റെ അരുണദത്തൻ എഴുതിയ വ്യാഖ്യാനത്തിന്റെ പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സർവാംഗ സുന്ദര. 80. ചോദ്യം. വസ്തി നേത്രദോഷങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 8. 81. ചോദ്യം. ഗുർവാദി ഗുണങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 20. 82. ചോദ്യം. ആയുർവേദം അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ എത്ര സിരകളാണ് ഉള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 700. 83. ചോദ്യം. കൊഴുപ്പിൽ അലിയാത്ത വിറ്റാമിൻ ഏതാണ്? ശരിയായ ഉത്തരം വിറ്റാമിൻ ഡി. 84. ചോദ്യം. ലഘുത്രയയിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മാധവ ചികിത്സ. 85. ചോദ്യം. ആയുർവേദ പ്രകാരം മലങ്ങളുടെ സംഖ്യ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 86. ചോദ്യം. മനോദോഷങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2. 87. ചോദ്യം. പിത്തകൃത് സ്പർശ ശീതളം ഏത് ദ്രവ്യത്തിന്റെ ഗുണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ധാന്യാമ്ലം. 88. ചോദ്യം. കൃശനും സ്ഥൂലനും ഒരുപോലെ നല്ലത്? ഉറക്കക്കുറവിലും അതിയായ ഉറക്കത്തിനും വളരെ ഹിതമായത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മദ്യം. 89. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ള ഒരാളുടെ നിരൂഹവസ്തിക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്? ഓപ്ഷൻ എ ശരിയായ ഉത്തരം 24 ഫലം. 90. ചോദ്യം. വസ്തി പ്രണിധാന ദോഷങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 10. 91. ചോദ്യം. പ്രഥമന നസ്യത്തിന് ഉപയോഗിക്കുന്ന നാഡിയുടെ നീളം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 6 അങ്കുലം. 92. ചോദ്യം. പഞ്ചകർമ്മത്തിൽ പ്രതിപാദിക്കുന്ന മഹാദോഷകര ഭാവങ്ങൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 8. 93. ചോദ്യം. പക്വാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദോഷങ്ങളെ അകറ്റാൻ ചരകൻ നിർദ്ദേശിക്കുന്ന വിധി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിരേചനം. 94. ചോദ്യം. അഷ്ടാംഗ ഹൃദയം സൂത്രസ്ഥാനത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 30. 95. ചോദ്യം. ശബ്ദം സഹിക്കാൻ കഴിയായ്മ ഏത് ധാതുക്ഷയത്തിന്റെ ലക്ഷണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രസം. 96. ചോദ്യം. ആഴത്തിൽ നിലയുറപ്പിച്ച ദോഷങ്ങളെ അകറ്റാനുള്ള മോക്ഷണോപാധി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജളൂകാവചരണം. 97. ചോദ്യം. ദന്തി ദ്രവന്തികൾ ശോധനത്തിനായി ഉപയോഗിക്കുന്ന ചെടികളാണ്. ഇവയുടെ ഉപയോഗപ്രദമായ ഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മൂലം. 98. ചോദ്യം. വമനം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദദ്രു. 99. ചോദ്യം. പിത്താന്തം എന്തിന്റെ ലൈംഗികീ ലക്ഷണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വമനം. 100. ചോദ്യം. ഉന്മാദം എന്ത് അധികമായാലാണ് ഉണ്ടാകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിരേചനം. ഇന്ന് നമ്മൾ ഇവിടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കേരള PSC പരീക്ഷയുടെ 2019 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ പറഞ്ഞത്. കൂടുതൽ ചോദ്യങ്ങളുമായി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കൂടുതൽ
മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ കിട്ടുവാനായി studyforsure.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം https://studyforsure.com exams/ayurveda-therapist-kpsc/sample/questions/ എന്ന ലിങ്കിൽ പോയാൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടുന്നതായിരിക്കും. PDF ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.